നമ്മിപ്പം മൂകാംബി പോവേണ്. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖന്യാ. അമ്പലത്തിൽ പോകാൻ രാവിലെ റെഡിയായി നിന്നതാണ്. പക്ഷെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ മഴ തോരാൻ വേണ്ടി കുറച്ച് സമയം നിന്നു. അതിനുശേഷം മക്കളെയും കൂട്ടി മെല്ലെ അമ്പലത്തിലോട്ട്. രാത്രിയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നു. പക്ഷെ എച്ചുപ്പാറിന് അതൊന്നും ബാധിച്ചിട്ടില്ല. ക്യൂ നിൽക്കുമ്പോൾ എച്ചുപ്പാറിന് 2 ഫ്രണ്ട്സിനെ കിട്ടി. അവരതുകൊണ്ട് കളിയൊക്കെ ആയിട്ട് ഹാപ്പി ആയിരുന്നു. ക്യൂ ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു. അതുപോലെ അമ്പലത്തിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കന്നഡ കല്യാണത്തിനും കൂടാൻ പറ്റി. അങ്ങനെ കല്യാണമൊക്കെ കണ്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ക്യൂവിൻ്റെ നീളം കുറഞ്ഞു വന്നു. നമ്മളങ്ങനെ അകത്തേറി തൊഴുതു. പിന്നെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചു. ഇച്ചുപ്പാറിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂകാംബി എത്തിയ ഷോപ്പിംഗ് മസ്റ്റല്ലേ. പക്ഷെ ഭയങ്കര വിശപ്പായിരുന്നു. രാവിലെ 9:30 ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് മഹാലക്ഷ്മി റെസിഡൻസി അമ്പലത്തിനടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അതിനുശേഷം കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. മനസ്സ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നല്ലപോലെ തൊഴാൻ പറ്റി. ഹാപ്പി ആയിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. മൂകാംബിക വന്ന് തിരിച്ചു പോകുമ്പോൾ ഈ ഒരു അമ്പലത്തിൽ കയറാണ്ട് പോകാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇതൊരു കാട്ടിനകത്തുള്ളൊരു അമ്പലമാണ്. കുട്ടികളില്ലാത്തവരൊക്കെ ഇവിടെ വന്നിട്ട് തൊട്ടിൽ കിട്ടിയാൽ കുട്ടികളുണ്ടാവുമെന്നൊക്കെയുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒന്ന് അവിടെ കയറി തൊഴുതു. എന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. കഴിഞ്ഞപ്പം റോഡിൻ്റെ നടുഭാഗത്ത് ചെറിയൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട്. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. എന്തെങ്കിലും കാടൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്കാരെ വെച്ച് ക്ലീൻ ചെയ്യും. നമ്മൾ പോകുമ്പം ആൾക്കാർ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പം ഉടുപ്പി അമ്പലത്തിൽ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല, നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് എടുത്ത വീഡിയോ ആണിത്. അവിടെ ഒരു അക്വേറിയം കണ്ടിട്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കഴിച്ചു. മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ എത്തുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കേരളത്തിലെത്തി. ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചില സൈഡിൽ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. ബ്ലോക്കും ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് ഒരു 5 മണിയൊക്കെ കഴിഞ്ഞു നമ്മൾ കാസർഗോഡ് എത്തുമ്പോൾ. അവിടെ നിന്നൊരു ചായ കുടിക്കാൻ വേണ്ടി കയറിയൊരു റെസ്റ്റോറൻ്റാണ് ഇത്. ഉടുപ്പി ഗാർഡൻ എന്നാണ് റെസ്റ്റോറൻ്റ് പേര്. പുതിയൊരു ഹോട്ടലാണ്. ഹൈവേ സൈഡ് തന്നെയാണ്. നല്ല ആംബിയൻസാണ് അവിടെ. ഒരുപാട് ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടുത്തെ ഭക്ഷണം അതുപോലെ നല്ല ഭക്ഷണം തന്നെയാണ്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. വെജിറ്റേറിയൻ ഹോട്ടൽസിലാകുമ്പം നല്ല പലഹാരങ്ങൾ പൊതുവേ ഉണ്ടാവാറുണ്ട്. അപ്പം ഇവിടെയും അതുപോലെ നല്ല വെറൈറ്റി പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ച് എച്ചുപാറ് കുറച്ച് സമയം പുറത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നത്. കാസർഗോഡ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം
പിന്നെ ഓരോ സ്ഥലത്തായിട്ടും റോഡ് സൈഡിൽ മൊത്തം തട്ടുകടകളായിരിക്കും. ഇഷ്ടം പോലെ തട്ടുകടകളുണ്ട് നമ്മുടെ ഈ ഭാഗത്തോട്ട്. അപ്പം ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പറ്റും ചിലപ്പം റോഡ് സൈഡിൽ കുറേ ലൈറ്റുകളൊക്കെ കത്തിച്ചിട്ടുള്ളത്. അതൊക്കെ തട്ടുകടകളാണ്. തിരിച്ചു വരുമ്പം പാലക്കുന്ന് ഭാഗത്ത് ഇപ്പം മഡ് ഗാലറി എന്നുള്ളൊരു ഷോപ്പ് കണ്ടു. ആ ഭാഗത്തേക്ക് എപ്പോഴും പോകുമ്പം ആ ഷോപ്പിൽ കയറണമെന്ന് വിചാരിക്കാറുണ്ട്, നടക്കാറില്ല. അപ്പം മൂകാംബി പോകുന്ന സമയത്ത് ഞാൻ ആ ഷോപ്പ് കണ്ടപ്പോഴേ തന്നെ ഏട്ടനോട് പറഞ്ഞിട്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തായാലും കയറണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പം കട ഓപ്പൺ ഉണ്ടായതുകൊണ്ട് നമ്മളൊന്ന് അവിടെ കയറി. അപ്പം അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ഷോപ്പ് പീസസൊക്കെ അവർക്ക് ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് നോക്കി. അപ്പം വീട്ടിലേക്കൊരു തുളസിത്തറ വേണമായിരുന്നു. നമ്മൾ അവിടെ നിന്നൊരു തുളസിത്തറ എടുത്തു. പിന്നെ അവിടെ കുറേ കൊക്കുകളും മുയലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എച്ചുപ്പാറ പറഞ്ഞു നമ്മളെ വീട്ടിലേക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊരു കൊക്കിനെയും മുയലിനെയും കൂടി എടുത്തു. എന്നിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു. രാത്രി വന്നിട്ട് പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം മേടിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ കൊച്ചു വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. See you then. Bye bye.